ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ അമർത്തുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പത്ത് കാഷ്യൂനട്ടും അല്പം ഉണക്കമുന്തിരിങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 25 ചെറിയ ഉള്ളി ചേർക്കാം. ഒരു 10 ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 6 പച്ചമുളക് നെടുകെ കീറിയത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് മഞ്ഞള്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവയൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിനി 1.5 കിലോ മട്ടൺ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മട്ടൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ചേർക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 15 കാഷ്യൂനട്ട് പൊടിച്ചതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് പിരിഞ്ഞതുപോലെ കിടക്കും. ഇത് കറി തിളയ്ക്കുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം സൈസ് പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ 1.25 കപ്പ് വെള്ളത്തിൽ കലക്കിയതാണ്. ഇത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതും പിരിഞ്ഞതുപോലെ കിടക്കും. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും.
അല്പം കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. മട്ടൻ കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്.